ഇപ്പോൾ ശരത്തേട്ടൻ്റെ ജീവിതം വളരെ ബിസിയാണല്ലേ? ഇതൊക്കെ എങ്ങനെയാ വീട്ടിലെങ്ങനെയാ അത് പെട്ടെന്ന് അത് ബാധിച്ചോ? ആദ്യമൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, ശീലായി. എങ്ങനെയാ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലായി? ഇപ്പം 16 വർഷമായി. അപ്പൊ എങ്ങനെയായിരുന്നു അത് ആലോചനയൊക്കെ വന്നിട്ട്? അങ്ങനെ അപ്പൊ എന്തായിരുന്നു അപ്പോ ഇങ്ങനെ ഒരു വലിയ ഇങ്ങനത്തെ ഒരു ഫാമിലിയിലേക്ക് വരുമ്പോ അത് പേടിയുണ്ടായിരുന്നു? ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും നല്ല, അമ്മയും ചേട്ടന്റെ സഹോദരിമാരും എല്ലാരും നല്ല. അച്ഛന്റെ ഏത് പാട്ടാ ഏറ്റവും ഇഷ്ടം? എനിക്ക് മിരിരണ്ടില്ലേ ആലിലത്താൽ. ഓക്കെ, ഏതാ ഇഷ്ടമുള്ള പാട്ട്? എനിക്ക് പൊന്നുതമ്പുരാനിലെ പാട്ടാണ് എല്ലാം ഇഷ്ടം. എന്നാലും അതിനോടൊരു കൂടുതൽ എഴുതുന്ന സമയത്ത് തന്നെ ശല്യപ്രദമല്ല, അങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല എഴുതുന്ന? അങ്ങനെ ഇപ്പൊ പിന്നെ അങ്ങനെയില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ പണ്ട് ഞാൻ ശല്യപ്പെടുത്തുന്ന കാര്യം, പണ്ട് ശല്യപ്പെടുത്തുമായിരുന്നു, ഇപ്പൊ ഇല്ലെന്നാ പറഞ്ഞു. അപ്പൊ അങ്ങനെ പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് സമയങ്ങളിലാണ് പെട്ടെന്ന് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത്. ചില സമയങ്ങളിൽ ഞാൻ സാധാരണ ചെയ്യുന്ന വെളുപ്പിന് നേരത്തെ കിടന്ന് നേരത്തെ എഴുതുമ്പോഴുള്ള ശീലം. എവിടെ ഇരുന്നാലും അങ്ങനെ ഒരു പ്രത്യേക മുറി വേണമെന്നോ അങ്ങനെ? അതുകൊണ്ട് മുറി എനിക്കില്ല, അങ്ങനെ ശീലിച്ചാൽ അപകടമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് എവിടെ ചെന്നാലും നമ്മൾ അതിന് പൊരുത്തപ്പെടണം. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് എഴുതാൻ ഒരു നൊസ്റ്റാൾജിയ കൂടുതലുണ്ട്. അച്ഛന്റെ അന്തരീക്ഷം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നുള്ളൊരു വിചാരം കൂടുതലുണ്ട്. ഈ ഭക്ഷണം എങ്ങനെയാ, വളരെ ചിട്ടയൊക്കെ ഉണ്ടോ? പച്ചക്കറികളാണ്, പച്ചക്കറി എങ്ങനെ വെച്ചു കൊടുത്താലും കഴിക്കും. സുഭദ്ര എന്ന് പേരിടാൻ എന്തായിരുന്നു? ഏറ്റവും പ്രധാന കാര്യം ശ്രീകൃഷ്ണന്റെ 16,008 ഒരാളാവണ്ട, സഹോദരിയായിരിക്കില്ല, കള്ളക്കണ്ണോടെ നോക്കേണ്ടതാണ് എന്റെ ഒരു മനസ്സിലായി. ഭർത്താക്കന്മാര് കള്ളന്മാര്, കല്യാണം കഴിക്കുന്നത് തന്നെ ഒരാൾ കൂടി കള്ളനായി എന്ന് പറയുന്നവരാണ്. നമ്മൾ കള്ളത്തരം പറയാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷെ എനിക്കുള്ള ഒരു വിശ്വാസം വെച്ചാൽ ഇപ്പൊ സാധാരണ വീട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും വേറെ പേപ്പർ വല്ലതും ഉണ്ടോ, പോക്കറ്റ് തപ്പിയിട്ട് കയറുന്ന ഭർത്താക്കന്മാരുണ്ട്. എനിക്കത് വേണ്ടി വന്നിട്ട് കാരണം അത്രയും ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. ഞാനെന്ത് വഴിയിൽ ഇപ്പോൾ കൊച്ചൊരു സുന്ദരിയെ കാണുകയാണെങ്കിൽ ഞാനത് പറയുമെന്ന്, ഇങ്ങനെ ഒരു സുന്ദരിയെ കണ്ടു, മനസ്സിലൊരു ഷോക്ക് ഉണ്ടായി, അതുവരെ ഞാൻ അല്ല ഞാൻ പറയാറുണ്ടെന്ന് പറയാം. എനിക്ക് അതും അത്രയും കൂടെ ഒരു മറ ഞങ്ങൾ തമ്മിലില്ല. പണ്ടത്തെ ജീവിതം മതിയായിരുന്നു തോന്നുന്നുണ്ടോ? കാരണം വൈകുന്നേരം 5:30 വീട്ടിലെത്തും, അത് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അതിന്. അതെ, പക്ഷെ അതിനൊക്കെ പിന്നെ ഉപരിയായിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്, നമ്മളൊരു സെലിബ്രിറ്റി ആകുന്നൊരു അപ്പോൾ ഒരു നമുക്ക് ഉണ്ടാകുന്നൊരു ചെറിയ അഹങ്കാരമില്ല. ഇന്നയാളുടെ പഴയ പിന്നെ മദ്യശാലയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്നതിനൊക്കെ നല്ലത് കുറച്ചുകൂടെ ആൾക്കാർ അറിയുന്ന ഒരാളുടെ ഭാര്യ എന്നുള്ള സന്തോഷം ഉണ്ടല്ലോ. അല്ല അതൊരു വശം. അതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ടല്ലോ. മറ്റേത് ഒരു തവണ നമുക്ക് കിട്ടുന്ന ഒരു ശമ്പളം കൊണ്ടായ മാസം ഇങ്ങനെ അരിച്ചു തീർക്കാന്നല്ലേ പറ്റുള്ളൂ. ഇതല്ല, ഇതിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കയറി വരും. അതിന്റെ ഒരു സമയം അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. സാധാരണ സാമ്പത്തികമായ ഉന്നമനം ആദ്യം ചെയ്യാ ടൗണിലോട്ടൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടോ? ഇവളുടെ പഠിത്തത്തിന് വേണ്ടിട്ടൊക്കെ ഇവര് പോയാലും ഞാൻ പോവില്ല, ഞങ്ങളും പോവില്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ. എന്താ വെച്ചാൽ ഒന്നാമത് നമ്മുടെ അച്ഛന്റെ സാന്നിധ്യം ഫീൽ ചെയ്യും നമുക്കിവിടെ. അപ്പൊ നമ്മൾ ഹോട്ടൽ മുറി ഇരുന്നുകൊണ്ട് എഴുതാൻ വിഷമിക്കുമ്പോൾ ഇവിടെ വന്നാൽ തലക്കിട്ടടിച്ച് അങ്ങനെ എഴുതടാ എന്ന് പറയുന്നൊരു തോന്നല് അതുണ്ട് കേട്ടോ. എനിക്കത് ഞാൻ ഒരിക്കലും വിചാരിച്ചത് ഇതിനകത്തേക്ക് ഞാൻ വരുമെന്നുള്ളത് ഇല്ലല്ലോ, ഒട്ടും ഞാൻ വിചാരിച്ചില്ല. കാര്യം ഒരു പിന്നെ ആണിനെ സംബന്ധിച്ചിട്ട് ഒരു ജോലി, അപ്പൊ അത് വീടിനടുത്ത് ജോലി, ഇവിടെ 5 കിലോമീറ്റർ ദൂരം, മര്യാദക്ക് ജീവിച്ചാൽ 2 ഭാര്യമാരെ പുലർത്താനുള്ള ശമ്പളം. അല്ല ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇതൊക്കെ കിട്ടുന്ന ഒരാള്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഒരു ബാല്യകാലം എന്ന് പറഞ്ഞാല് ഞാൻ ഭയങ്കര പേടിച്ചു വളർന്നവനെ. കാര്യം ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട എല്ലാ കുസൃതികളും ഉണ്ടല്ലോ, ഇതൊക്കെ എനിക്ക് 15 വയസ്സിൽ അച്ഛൻ മരിച്ചപ്പോൾ ഇല്ലാണ്ടായി. അപ്പൊ എനിക്ക് എല്ലാത്തിനും എൻ്റെ ബന്ധനത്തിലെ ഉണ്ണിയെ പോലെ എല്ലായിടത്തും താമസിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു അതുകൊണ്ട് ആ ശീലമായതുകൊണ്ട് എനിക്കൊന്നിനും എടുത്തിയാട്ടം ചാടാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ജോലിയിൽ തൃപ്തി മതി. 58 വയസ്സ് വരെ എന്തായാലും ഉറപ്പ്, മനുഷ്യൻ കള്ളു കുടിക്കുന്ന ഉറപ്പാണ്, ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാരണം നിന്നു പോകില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് എല്ലാം നിമിത്തം പോലെ ചാന്തപൊട്ട്. അതുവരെ ആ സമയത്താണ് അതുവരെ ഞാനും അങ്ങോട്ട് വിളിക്കാറില്ലായിരുന്നു സിനിമാക്കാരെ. കാര്യം ജോലി ഇട്ടിട്ട് പോകാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ. 2 തവണ എനിക്ക് ജോലി പോയത് കൂടെയാണ് ഇവിടുന്ന് ഇതുപോലെ എഴുതാൻ പോയിട്ട്. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യണം, ഇത് ശ്രദ്ധിച്ചു തുടങ്ങി, ആൾക്കാർ വിളിച്ചു തുടങ്ങി, ഇതിട്ട് ഇവർ 2 പേരും ഉണ്ട്, ഇത് ഉപേക്ഷിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് പെട്ടെന്നൊരു നിമിത്തം പോലെ VRS വരിക. കഞ്ഞി പിടിക്കാനുള്ള കാശ് എന്തായാലും ഉറപ്പാണ്, ഇനിയൊന്നും ശ്രമിക്കാന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ ചാടാൻ പറ്റി. ഞാൻ പറയാം, തന്റെ ഇടയിലായിരുന്ന കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു.